മധ്യം ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ നൈജീരിയ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ സാമ്പത്തിക ശക്തി കേന്ദ്രമാണ്. ആഫ്രിക്കയുടെ ഭീമൻ എന്നറിയപ്പെടുന്ന ഈ രാജ്യം എണ്ണസമ്പന്നവും വംശീയമായും മതപരമായും സാംസ്കാരികമായും വൈവിധ്യം നിറഞ്ഞതുമാണ്. 250-ലധികം വംശീയ വിഭാഗങ്ങളും 3 പ്രധാന ഗോത്ര സമൂഹങ്ങളുമാണ് ഇവിടെയുള്ളത്. ഇസ്ലാം മതത്തിന് പ്രാബല്യമുള്ള വടക്കൻ പ്രദേശത്തെ ഹൗസ ഫുലാനി എന്നും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇടകലർന്ന തെക്ക് പടിഞ്ഞാറൻ പ്രദേശത്തെ യോറൂബ എന്നും ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള തെക്ക് കിഴക്കൻ പ്രദേശത്തെ ഇഗ്ബോ എന്നുമാണ് വിളിക്കുന്നത്. ഈ ബഹുമുഖ സ്വഭാവം നൈജീരിയയ്ക്ക് ശക്തി പകരുമ്പോഴും നിലവിലെ ആഭ്യന്തര സംഘർഷങ്ങളുടെയും രാഷ്ട്രീയ അസ്ഥിരതയുടെയും അടിസ്ഥാന കാരണവും ഇതുതന്നെയാണ്. നൈജീരിയ നൂറ്റാണ്ടുകളായി ഉയർന്നു വന്നതും തകർന്നതുമായ നിരവധി സാമ്രാജ്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു ചരിത്ര ഭൂമിയാണ്. വടക്കൻ നൈജീരിയയിൽ 11-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത കാനോ സാമ്രാജ്യവും അതിന്റെ കിഴക്കുണ്ടായിരുന്ന ബോർണോ സാമ്രാജ്യവുമായിരുന്നു അതിൽ പ്രധാനപ്പെട്ടവ. ഇസ്ലാമിക നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്ന ഈ സാമ്രാജ്യങ്ങൾ സഹാറൻ വ്യാപാരത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു. തെക്ക് പടിഞ്ഞാറ് ശക്തമായ രാഷ്ട്രീയവും ആത്മീയവുമായ തലസ്ഥാനമായ ഇഫെ ആസ്ഥാനമാക്കിയ യോറൂബ ഗോത്രവംശത്തിന്റെ ഓയോ സാമ്രാജ്യവും 16-ാം നൂറ്റാണ്ടിൽ ശക്തി പ്രാപിച്ചു. തെക്ക് കിഴക്ക് ഭാഗത്ത് ഏകദേശം 9-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട രാജ്യമാണ് ഇഗ്ബോ സംസ്കാരത്തിന് അടിത്തറ പാകിയത്. 16-ഉം 17-ഉം നൂറ്റാണ്ടുകളിൽ തുടങ്ങിയ യൂറോപ്യൻ ഇടപെടലുകൾ അറ്റ്ലാന്റിക് അടിമ വ്യാപാരത്തിന് ആക്കം കൂട്ടി. ഇത് തീരദേശ സമൂഹങ്ങളെ അസ്ഥിരപ്പെടുത്തുകയും ഗോത്രങ്ങൾ തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ബ്രിട്ടൻ അടിമ വ്യാപാരം നിരോധിച്ച ശേഷം നിയമപരമായ വ്യാപാരം എന്ന പേരിൽ ഇവിടെ തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിച്ചു. 1914-ൽ ബ്രിട്ടീഷ് ഭരണകൂടം നോർത്തേൺ നൈജീരിയ പ്രൊട്ടക്ടറേറ്റും സദേൺ നൈജീരിയ പ്രൊട്ടക്ടറേറ്റും സംയോജിപ്പിച്ച് ഒരൊറ്റ കോളനിയാക്കി. ഫ്രെഡറിക് ലൂഗാർഡ് ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഈ സംയോജനം കേവലം ഭരണപരമായ സൗകര്യങ്ങൾക്കും എണ്ണ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. വടക്കൻ പ്രദേശത്തെ ഇസ്ലാമിക പാരമ്പര്യമുള്ള നേതൃത്വത്തിന് സ്വയംഭരണം അനുവദിച്ചുകൊണ്ടും തെക്കൻ പ്രദേശങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെയും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെയും സ്വാധീനം അനുവദിച്ചുകൊണ്ടും ബ്രിട്ടീഷുകാർ വംശീയ മതപരമായ അകലം നിലനിർത്തി. ഇത് സ്വാതന്ത്ര്യാനന്തരം നൈജീരിയൻ ദേശീയതയെ ദുർബലപ്പെടുത്തുന്ന ഒന്നായിരുന്നു. 1960 ഒക്ടോബർ 1-ന് നൈജീരിയ സ്വാതന്ത്ര്യം നേടി. ആദ്യ റിപ്പബ്ലിക് ഒരു ഫെഡറൽ സംവിധാനമായിരുന്നു. എന്നിരുന്നാലും വംശീയ വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ രൂപീകരണം ദേശീയ ഐക്യത്തേക്കാൾ പ്രാദേശികവും ഗോത്രപരവുമായ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകി. 1967-70 കാലയളവിൽ ബിയാഫ്രൻ യുദ്ധമാണ് നൈജീരിയയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വേദനാജനകവുമായ മറ്റൊരധ്യായം. ഈ യുദ്ധത്തിന്റെ ആരംഭം 1966-ൽ യോറൂബ ഇഗ്ബോ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ നടത്തിയ സൈനിക അട്ടിമറികളും തുടർന്നുണ്ടായ പ്രത്യാക്രമണങ്ങളുമായിരുന്നു. ഇത് വടക്കൻ നൈജീരിയയിൽ താമസിച്ചിരുന്ന 10,000-കണക്കിന് ഇഗ്ബോ വംശജരുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായി. ഈ വംശീയ ഉന്മൂലനത്തിന് മറുപടിയായി ഇഗ്ബോ വംശജർ ഭൂരിപക്ഷമുള്ള കിഴക്കൻ പ്രദേശം
1967 ലഫ്റ്റനന്റ് കേണൽ ചുഗുവേമകയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഓഫ് ബിയാഫ്രയായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. യുദ്ധത്തിന്റെ ഫലമായി തുടർന്നുണ്ടായ 3 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിൽ നൈജീരിയൻ ഫെഡറൽ സൈന്യം ബിയാഫ്രയെ ഉപരോധിച്ചു. ഏകദേശം 10 ലക്ഷം മുതൽ 30 ലക്ഷം വരെ ആളുകൾ മരണപ്പെട്ടുവെന്നാണ് കണക്ക്. മരിച്ചവരിൽ ഭൂരിഭാഗവും ഉപരോധം കാരണം പട്ടിണിയും രോഗവും ബാധിച്ച കുട്ടികളും സാധാരണക്കാരുമായിരുന്നു. ഈ കൂട്ടക്കൊലകൾ ഇഗ്ബോ സമൂഹത്തിൽ ഇന്നും ആഴത്തിലുള്ള മുറിവായി നിലനിൽക്കുന്നു. ൽ സൈനിക ഭരണത്തിൽ നിന്ന് നൈജീരിയ ജനാധിപത്യ ഭരണത്തിലേക്ക് മാറിയെങ്കിലും രാജ്യത്തെ സംഘർഷങ്ങൾ പുതിയ രൂപത്തിൽ തുടരുകയായിരുന്നു. അതിൽ പ്രധാനമാണ് ബൊക്കോ ഹറാം, ISWAP എന്നീ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദം. നൈജീരിയയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തെ ഏറ്റവും വലിയ ഭീഷണിയാണ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ. പാശ്ചാത്യ വിദ്യാഭ്യാസം പാപമാണ് എന്നർത്ഥം വരുന്ന ഈ ഗ്രൂപ്പ് 2009 നൈജീരിയയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ശരീഅത്ത് നിയമം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകൾ, ക്രിസ്ത്യൻ പള്ളികൾ, സൈനിക കേന്ദ്രങ്ങൾ, ഗ്രാമങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബൊക്കോ ഹറാം തീവ്രവാദികളുടെ ആക്രമണം. ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് ബാഗ കൂട്ടക്കൊലയും. UNHCR റിപ്പോർട്ട് പ്രകാരം 2015 ജനുവരിയിൽ ചാഡ് അതിർത്തിയിലുള്ള ബാഗ പട്ടണത്തിൽ ബൊക്കോ ഹറാം നടത്തിയ ആക്രമണം നൈജീരിയയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കൂട്ടക്കൊലയായാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 2000 പേർ വരെ കൊല്ലപ്പെട്ട ഈ ആക്രമണത്തിൽ സാധാരണക്കാരെ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ ഉപയോഗിച്ചായിരുന്നു കൊന്നൊടുക്കിക്കൊണ്ടിരുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ കൂട്ടക്കൊലകൾ നൈജീരിയയിലെ ക്രൂരവും ഭീകരവുമായ മറ്റൊരു പ്രതിസന്ധിയാണ്. വടക്കൻ മധ്യ നൈജീരിയയിലെ സംസ്ഥാനങ്ങളായ പ്ലേറ്റോ, ബെന്യു, കഡുണ എന്നിവിടങ്ങളിലാണ് ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സംഘർഷങ്ങളുടെ വേരുകൾ ഭൂമിയെയും വിഭവങ്ങളെയും ചൊല്ലിയുള്ള തർക്കത്തിൽ തുടങ്ങി പിന്നീട് മതപരവും വംശീയവുമായ സ്വഭാവം കൈവരിക്കുകയായിരുന്നു. ഇതോടെ മുസ്ലിങ്ങളായ ഫുലാനികളും ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള കർഷക സമൂഹങ്ങളും തമ്മിലുള്ള പോരാട്ടം വർദ്ധിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും മരുഭൂമിവൽക്കരണവും കാരണം വടക്കുനിന്ന് തെക്കോട്ട് കന്നുകാലി കർഷകരുടെ സഞ്ചാരവും വർദ്ധിച്ചു. കർഷകരുടെ കൃഷിയിടങ്ങളിലൂടെയുള്ള ഈ കടന്നുകയറ്റം സംഘർഷത്തിലേക്ക് നയിക്കുകയും ഇത് പലപ്പോഴും ഗ്രാമങ്ങളെ തകർക്കുന്ന കൂട്ടക്കൊലകളായി മാറുകയും ചെയ്യുന്നു. ക്രിസ്ത്യൻ പള്ളികൾ, പാസ്റ്റർമാർ, വിശ്വാസികൾ എന്നിവരെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ആക്രമണങ്ങൾ രാജ്യത്തെ മതസ്വാതന്ത്ര്യവും പൗരാവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നു. തീവ്രവാദവും ആഭ്യന്തര സംഘർഷവും കാരണം നൈജീരിയയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ വീട് വിട്ട് പോകേണ്ടി വന്നു. UNHCR റിപ്പോർട്ടുകൾ അനുസരിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളാണ് രാജ്യത്തിനകത്ത് ആഭ്യന്തരമായി പലായനം ചെയ്തവരായി കഴിയുന്നത്. കൂടാതെ ലക്ഷക്കണക്കിന് നൈജീരിയക്കാർ അയൽ രാജ്യങ്ങളായ ചാഡ്, കാമറൂൺ, നൈജർ എന്നിവിടങ്ങളിൽ അഭയം തേടുന്നു. സുരക്ഷിതമായ വാസസ്ഥലം, ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ പരിരക്ഷ എന്നിവ വലിയ വെല്ലുവിളികളായി തുടരുന്നു. മാത്രമല്ല, ബൊക്കോ ഹറാമിന്റെ ആക്രമണങ്ങൾ വടക്കുകിഴക്കൻ പ്രദേശത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ താറുമാറാക്കിയിരിക്കുന്നു. ലോകത്തിലെ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ടും നൈജീരിയ സാമ്പത്തികമായി വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. എണ്ണ സമ്പത്തിന്റെ വലിയൊരു ഭാഗം അഴിമതിയിലൂടെ ചോർന്നു പോകുന്നു എന്നതാണ് പ്രധാന കാരണം. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന നൈജർ ഡെൽറ്റ മേഖലയിലെ ജനങ്ങൾ തങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നതിൽ പ്രതിഷേധിക്കുന്നു.
ഇത് മെന്റ് പോലുള്ള സായുധ ഗ്രൂപ്പുകളുടെ വളർച്ചയ്ക്കും കാരണമായി. വടക്കും തെക്കുമുള്ള പ്രദേശങ്ങൾ തമ്മിലുള്ള സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ അസമത്വം വർദ്ധിക്കുന്നത് സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ജീവിത ചെലവിലെ വർധനവ് എന്നിവ ജനങ്ങളിൽ വലിയ അതൃപ്തിക്കും വഴിതെളിക്കുന്നു. ജനാധിപത്യ ഭരണത്തിൽ പോലും രാഷ്ട്രീയ തീരുമാനങ്ങൾ പലപ്പോഴും വംശീയമായോ മതപരമോ ആയ താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. ഇത് രാഷ്ട്രീയ വിശ്വാസ്യതയെ തകർക്കുകയും ദേശീയതയുടെ വികാരം ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഭരണത്തിന്റെ ദുരന്ത പര്യവസാനവും സ്വാതന്ത്ര്യാനന്തരമുള്ള വംശീയ മതപരമായ സംഘർഷങ്ങളും എങ്ങനെ ഒരു രാജ്യത്തെ തകർച്ചയിലേക്ക് നയിക്കുമെന്ന പാഠമാണ് നൈജീരിയയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എണ്ണസമ്പന്നമായ ഈ രാഷ്ട്രം ബിയാഫ്രൻ യുദ്ധം, ബൊക്കോ ഹറാം തീവ്രവാദം, ക്രിസ്ത്യാനികൾക്കെതിരായ കൂട്ടക്കൊലകൾ, കർഷകരും ഫുലാനികളും തമ്മിലുള്ള പോരാട്ടങ്ങൾ എന്നീ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നു. സ്ഥിരവും സുരക്ഷിതവുമായ ഒരു ഭാവി കൈവരിക്കണമെങ്കിൽ നിലവിലെ ഭരണപരമായ വീഴ്ചകൾ പരിഹരിക്കുകയും അഴിമതി ഇല്ലാതാക്കുകയും എല്ലാ വംശീയ മതവിഭാഗങ്ങൾക്കും തുല്യതയും നീതിയും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നൈജീരിയൻ ജനതയുടെ ഐക്യം മാത്രമേ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയുള്ളൂ. ക്രിസ്ത്യാനികൾക്കെതിരെ വംശഹത്യ ഇല്ലാതാക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലും അത്യന്താപേക്ഷിതമാണെന്ന് ചരിത്രം ശരിവെക്കുന്നു.